നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അച്ഛന്റെ ദേഹത്ത് അങ്ങനെ തൊട്ടാലുണ്ടല്ലോ ഓടിച്ചു നിന്റെ കാരണം പോകയ്ക്ക് ഞാൻ. അയ്യോ, ധൈര്യം ഉണ്ടെങ്കിലേ നിങ്ങളൊന്ന് അടിക്കും. മോൻ കേറിപ്പോയ്ക്കോ, ഇതൊന്നും കാര്യമാക്കണ്ട. നിങ്ങൾ എന്താ ശരത്തേട്ടനോട് പറഞ്ഞത്? അടിക്കുമെന്നോ? ശരത്തേന്റെ ദേഹത്തെങ്ങാനും തൊട്ടാലുണ്ടല്ലോ നിങ്ങളുടെ കൈ ഞാൻ വെട്ടും. എന്റെ അച്ഛന്റെ ദേഹത്ത് അവൻ തൊട്ടാലുണ്ടല്ലോ അതിനു മുമ്പ് നിന്റെ ശരത്തിന്റെ തല ഞാൻ വിട്ടു. പറഞ്ഞേ കേട്ടോ. മോളെ, വഴക്കൊന്നും വേണ്ട. എന്തായാലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇതിങ്ങനെ പോട്ടെ, വരുന്നിടത്ത് വെച്ച് കാണാം. മനോഹര, പാർവതി, പാർവതി, മനോഹര, മനോഹര, മനോഹര. ആ രാഭിച്ചേട്ടാ, എന്താ ഏട്ടാ? എന്റെ പൊന്നു മനോഹര, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഈ വീട്ടിലെ ബഹളം കാരണം ഞങ്ങൾ നാട്ടുകാർക്ക് സമാധാനക്കേടും നാണക്കേടുവാ. അതിനിവിടെ എന്ത് പ്രശ്നങ്ങൾ? എന്റെ പൊന്നു പാർവതി, പൊട്ട് കളിക്കല്ലേ. നിങ്ങളുടെ മരുമകനാണ് പ്രശ്നത്തിന് കാരണമെന്ന് ഞങ്ങൾക്കറിയാം. മനോഹര, നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷെ മനോഹരനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് പറയാ, ഇനി ഇവിടുത്തെ ബഹളം കേട്ടാലേ ഞങ്ങൾ ഇടപെടുന്നത് വേറെ രീതിയിലായിരിക്കും. ഇല്ല, ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. എങ്കിൽ നല്ലത്. നാളെ നമ്മൾ പകൽ വെളിച്ചത്തിൽ കാണേണ്ടവരാ. വാ. മനോഹര, മരുമകൻ പ്രശ്നമാണെങ്കിൽ പറഞ്ഞാ മതി. കുടിയൊഴിപ്പിക്കലിന് കൊടിയേറ്റം നടത്താൻ നാട്ടില് നല്ല ആമ്പിള്ളാരുണ്ട്. ഈ നാടിന്റെ ജീവനായിരുന്നു സുധി. അതുകൊണ്ടുകൂടി പറഞ്ഞതാ. സുധിയെ പോയിട്ടുള്ളൂ. സുധിയുടെ കൂട്ടുകാർ ഇപ്പോഴും ജീവനോടെ ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. ഇത് നാണക്കേടായല്ലോ അച്ഛാ. നാണം കെടറ്റ മോളെ. നാണം കെട്ട് നശൂലം കുത്തി വെണ്ണീറാവട്ടെ. അച്ഛൻ വിഷമിക്കാതെ. നാളെ പകൽ വെട്ടത്തില് ആൾക്കാരോട് സംസാരിച്ചാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. പകല് വെളിച്ചെത്തി ഞാൻ അവരുടെ മുഖത്ത് എങ്ങനെ നോക്കും മോളെ? മോള് പറ. ഒരുത്തനെ വളഞ്ഞിട്ട് വെട്ടാൻ അവസരം ഉണ്ടാകുമ്പോഴാണല്ലോ ഒരുപാട് മാന്യന്മാരുണ്ടാവുന്നത്. പിന്നെ എല്ലാത്തിനും ഖേദമായത് എന്റെ സ്വന്തം മോളാണല്ലോ എന്ന് ഓർക്കുമ്പോ വലിയ സന്തോഷ. മനോഹരേട്ടാ, വേണ്ട, ബഹളം വേണ്ട. എങ്ങനെയുണ്ട് മക്കളെ ജ്യൂസ്? അടിപൊളി. മനോഹരേട്ടാ, നാട്ടിലെ മഹാന്മാരൊക്കെ പോയോടാ? നീ എന്തിനാ ഓമാരോടൊക്കെ മറുപടി പറയാൻ നിൽക്കുന്നത്? എനിക്ക് പേടിയുള്ളോണ്ടാ അമ്മേ. എല്ലാവരും ചത്തുപോയ എന്റെ അച്ഛനെ കൂട്ട് അമ്മയെ പേടിച്ച് നിൽക്കണമെന്നില്ലല്ലോ. അപ്പൊ മറുപടി പറയേണ്ടടുത്ത് മറുപടി പറയണം, കുനിയേണ്ട അടുത്ത് കുനിയണം. എങ്ങനെയുണ്ട് ചേർത്തെ ജ്യൂസ്? മധുരമൊക്കെ ഉണ്ടോ?
നല്ല ജ്യൂസ് ആയിരിക്കും അച്ഛാ, കുടിക്കട്ടെ. നിത്യേ, എന്നാണ് വില്ല നിന്റെ പേരിൽ എഴുതുന്നതെന്ന് ചോദിക്കണം. കൃത്യമായ മറുപടി എനിക്ക് കിട്ടണം. ആ ഡേറ്റ് അറിഞ്ഞിട്ട് വേണം എനിക്ക് നാട്ടുകാരോട് സംസാരിക്കാൻ. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം. ആ ശരത്തിന്റെ 3 മാസത്തെ വാടക കുടിശ്ശിക അത് എത്രയും പെട്ടെന്നേ ദേവിക മോളെ ഏൽപ്പിക്കണം. കാരണം ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ദേവിക മോൾ. എന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടുന്നത് വരെ ശരത്ത് ഇവിടുത്തെ ഒരു വാടകക്കാരൻ മാത്രമാണ്. അച്ഛാ, നീ എന്ത് വർത്തമാനാടാ ഈ പറയുന്നേ? ഭക്ഷണത്തിന്റെ പൈസ വേണ്ട, അതെന്റെ ഔദാര്യമായിട്ട് കുട്ടിക്കോ. ഈ ജ്യൂസിന്റെ ഉൾപ്പെടെ. എന്റെ മോനെ ഇതൊന്നും കാര്യമാക്കണ്ട. ആ, നീ നല്ലൊരു വീട് നോക്ക്. അപ്സ്റ്റെയർ മതി. താഴെ ഫാമിലിയോ? പെമ്പിള്ളേരോ? എന്താ ചേർത്ത് പെമ്പിള്ളേരെ കണ്ടിട്ടില്ലേ? ശരി, എവിടെ? സെന്റ് തെരേസ് കോളേജിന്റെ എവിടോ? അതിന് നമുക്കെന്താ, അവര് നന്നായി പഠിക്കാൻ പറ. ശരത്തേട്ടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരത്തേട്ടാ, എന്താ? ശരത്തേട്ടന് വെള്ളം. നിന്റെ അച്ഛന് ഇപ്പൊ ആവശ്യത്തിന് വെള്ളം കുടിപ്പിച്ചല്ലോ, അത് മതി. അച്ഛൻ എന്ത് ചെയ്തുന്നാ? അയ്യോ, ഒന്നും ചെയ്തില്ലേ. പഞ്ചപാപം, പഞ്ചാപകേശൻ. എന്നെ ഒരുമാതിരി കള്ളനെ നോക്കുന്നല്ലോ നോട്ടവും കുത്തിക്കിഴിച്ചുള്ള ചോദ്യവും. വില്ല എവിടെയെന്ന്? വില്ല ഞാൻ വിഴുങ്ങി. അച്ഛന്റെ ആകാംക്ഷ കൊണ്ടല്ലേ ശരത്തേട്ടാ? ആകാംക്ഷ? അപ്പൊ എന്നോട് താമസിക്കുന്നതിനെ വാടക ചോദിക്കുന്നതും? അതിനെയൊന്നും തെറ്റായിട്ട് കാണില്ലേ ശരത്തേട്ടാ? നമുക്ക് വേണ്ടി കടമെടുത്ത പണത്തിന്റെ പലിശയൊക്കെ അടയ്ക്കണ്ടേ? ഇത്തിരി കൃഷിയല്ലാതെ അച്ഛൻ എന്താ വരുമാന മാർഗം? നമ്മളത് മനസ്സിലാക്കണ്ടേ? ഓ, എന്ന് വെച്ചാ ഞാൻ കൂടുതൽ കൃഷി ഇവിടെക്കാർക്കുണ്ടാന്ന് അല്ലേ? ശരത്തേട്ടൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഒന്നുമില്ല, നീ പോ. ശരത്തേട്ടൻ വീട് മാറാൻ പോവാണോ? വേണ്ടി വന്നാ മാറും, പക്ഷേ നിന്നെ മാറില്ല. ശരത്തേട്ടാ, നീ പോ. എനിക്ക് നല്ല തലവേദനയുണ്ട്. ബാക്കി നാളെ സംസാരിക്കാം. ശരി. മനോഹര, ശരത്തിന്റെ കളികൾ കമ്പനി കാണാൻ പോകുന്നേ ഉള്ളൂ. ഇന്ന് ഇവിടെ നടന്നൊക്കെ സുധിയേട്ടൻ അറിഞ്ഞു കാണുമല്ലോ. എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയും കിട്ടുന്നില്ല സുധിയേട്ട. അച്ഛനാണെങ്കിൽ ആകെ തകർന്ന അവസ്ഥയില്ല. നിത്യ ഞങ്ങളെല്ലാം ശത്രുക്കളായ കാണുന്നത്. ശരത്ത് അവളെ പറഞ്ഞു മയക്കിയിരിക്കുക സുധിയേട്ട. നാളെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് ഭയോ. ശരത്തിനെ കുറിച്ച് ഓരോരോ കാര്യങ്ങൾ അറിയുമ്പോൾ പേടി കൂടി വരിക. നമ്മുടെ കുടുംബം ഒരു വല്ലാത്ത കെണിയിലാപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് സുധിയേട്ടൻ എന്തെങ്കിലും ഒരു വഴി എനിക്ക് പറഞ്ഞു തരണം.